साहब वे 3 आदमी थे नौकर का ड्रेस पहनकर अंदर आए थे നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവരിൽ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇല്ല അവർ വെള്ളത്തിൽ ചാടി നീന്തി രക്ഷപ്പെട്ട് കളഞ്ഞു ഡോക്കിലെ ലേബേഴ്സിനോട് ചോദിച്ചില്ലേ അവരെ അറിയുമെന്ന് അറിയില്ലെന്നാ പറഞ്ഞത് അവരെങ്ങനെ വാർഫിനകത്ത് കടന്നുകൂടി ഏതായാലും ഒരു കാര്യം വ്യക്തമായി നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ബഷീറിനെ അറിയാവുന്നവരിവിടെ ഉണ്ട് പക്ഷേ ശത്രുക്കൾ ആദ്യം അറിഞ്ഞു എന്ന് മാത്രം ആ ഫോൺ എടുക്കടി ഹലോ അതെ ചേട്ടാ ടൈംസിന്നാ ഹലോ ആ അതെ എന്തായി സർ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ ഇല്ലേ കളക്ടറോ എന്നിട്ട് സാറെന്ന് പറഞ്ഞു ഞാനാണെന്ന് മനസ്സിലായോ അത്ര അടുത്ത പരിചയമൊന്നുമില്ല എന്നാലും അറിയാം ശരി ഞാൻ വിളിക്കാം ഓ ഇപ്പൊ തന്നെ വിളിക്കാം ഓക്കെ സാർ ഞാൻ ഭാസ്കര പിള്ള അഡ്വക്കേറ്റ് സാറെന്നെ ഓർക്കുന്നുണ്ടാവും ഓർക്കുന്നുണ്ട് നന്നായി ഓർക്കുന്നുണ്ട് ആ ടൈംസിന്റെ എഡിറ്ററല്ലേ അന്വേഷിച്ചു ആ ബഷീറിന്റെ കാര്യം പേപ്പർ വായിച്ചില്ലേ ആ അതന്നെ അതില് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ സാറിനൊന്ന് കാണണമല്ലോ ആ 3:30 മണി വരെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട് നിങ്ങളൊരു 4 മണിക്ക് ഇവിടെ കളക്ടറേറ്റ് വന്നാൽ മതി നമുക്ക് കാണാം ആ ശരി സാർ എത്തിക്കോളാം ഇതുവരെ ആരും അന്വേഷിച്ച് ചെന്നിട്ടില്ലെന്നാ എഡിറ്റർ പറഞ്ഞത് ഏതായാലും കളക്ടർ 4 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുതിയ സംഭവം കൂടെ വെച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം ശരിയാവും ക്യാപ്റ്റൻ എനിക്കെന്തോ ആത്മവിശ്വാസം തോന്നുന്നു ആരായിരിക്കും ബഷീറിന്റെ ശത്രുക്കൾ എന്തിനാണ് തിന്നു വീർത്ത് നടക്കുന്നത് എങ്ങനെ നിന്നെയൊക്കെ പറഞ്ഞ എന്ന് വേണം പറയാൻ ഹലോ गुड इवनिंग सर ഗുഡ് ഈവനിങ് ഇരിക്കൂ വളച്ചൊടിക്കാതെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഈ സംഭവം ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു തലവേദനയുടെ തുടക്കമാണ് നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിയമത്തിന്റെ പഴുതെടുത്ത് കാട്ടി ചോദ്യം ചെയ്യാനുള്ള ആളുണ്ടാവും അല്ല ആളുകൾ ഉണ്ടായി കഴിഞ്ഞു ഒന്നുകിൽ അയാളുടെ സ്വന്തക്കാരെങ്കിലും അയാളെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം ആർ യു ഷുവർ ഷുവർ ഇമിഗ്രേഷന്റെ നിയമവശത്തെ കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ചീഫ് സെക്രട്ടറി എന്നെ വിളിക്കുമ്പോ ഞാനിത് തന്നെ പറഞ്ഞോട്ടെ എമിഗ്രേഷൻ ആക്ടിൽ വേറെ വഴിയില്ല സാർ ധൈര്യമായിട്ട് പറയണം ശരി എങ്കിൽ ഞാൻ പോട്ടെ ആ ഗുഡ് ഈവനിങ് സാർ ഗുഡ് ഈവനിങ് ആ വാ ഇരിക്ക് തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ പൗരാവകാശ സംരക്ഷണത്തിൽ ഈ വക കേസും പെടും ഇരിക്കുന്നു ഇതുകൊണ്ട് സാറിന് എന്താ ഒരു ശല്യം പത്രം കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഒരു സാധു രക്ഷപ്പെടുകയില്ല വന്നില്ലെങ്കിൽ ഞങ്ങൾ പെടും 5-6 മാസമേ ആയുള്ളൂ ഇഷ്ടം ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട് വെറുതെ പൊല്ലാപ്പൊന്നും ഉണ്ടാകല്ലേ എന്നെ കൊണ്ട് സാറിനൊരു പൊല്ലാപ്പം ഉണ്ടാവില്ല തന്നെ കൊണ്ട് നേരിട്ടൊന്നും ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ താൻ വഴിമരുന്നിട്ടല്ലോ ബാക്കിയുള്ളത് ആവശ്യക്കാര് ചെയ്തോളൂ അല്ല ഞാൻ എന്റെ സൈഡ് സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് എ കംപ്ലീറ്റ് റിപ്പോർട്ട് ഫ്രം ദി എമിഗ്രേഷൻ ഓഫീസർ എമിഗ്രേഷൻ ഓഫീസർ എന്താ പറഞ്ഞത് ഒന്നുകിൽ സ്വന്തക്കാർ അയാളെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം എന്താ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത് ബഷീറിനെ മിത്രങ്ങളാരും അന്വേഷിച്ച് വന്നില്ലെങ്കിലും ശത്രുക്കൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ കപ്പലിൽ ബഷീറിനെ കൊല്ലാനൊരു ശ്രമം നടന്നു തൊഴിലാളികളുടെ വേഷത്തിലാണ് അക്രമികളെത്തിയത് ഭാഗ്യത്തിന് ക്യാപ്റ്റന് മറ്റുള്ളവർ ഇടപെട്ടതുകൊണ്ട് ബഷീർ രക്ഷപ്പെട്ടു അക്രമികൾക്ക് എന്ത് സംഭവിച്ചു അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല സാറിന്റെ ചുമതലകളെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാണെന്ന് കരുതരുത് എമിഗ്രേഷൻ ആക്ട് പ്രകാരം സാറ് പറഞ്ഞത് വാസ്തവമാണ് കോടതി വഴിക്കായാലും എക്സ്റ്റേണൽ മിനിസ്റ്റർ വഴിക്കായാലും സമയമെടുക്കും നാളെ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിട്ടുപോകും സാറ് വിചാരിച്ച ബഷീറിനെ രക്ഷിക്കാൻ കഴിയും ഓഫ് കോഴ്സ് അതിൽ അല്പം റിസ്ക് ഉണ്ട് കപ്പൽ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ഇന്ററിം ഓർഡർ വഴി സാറിന് അയാളെ പോർട്ടിൽ ഇറക്കാം കലക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട് അതോടൊപ്പം പഴുതുകൾ അടച്ച് ഒരു റിപ്പോർട്ട് ഡൽഹിക്ക് പോട്ടെ ലെറ്റ് ദി എക്സ്റ്റേണൽ മിനിസ്ട്രി ടേക്ക് ദെയർ ഓൺ ടൈം ടു കം ടു ഡിസിഷൻ അത്രയും നാൾ ബഷീറിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുക ഒപ്പം ഒരു വിദഗ്ധ ചികിത്സയ്ക്കുള്ള ഏർപ്പാടും ചെയ്യാം ബഷീറിന്റെ മാനസികാരോഗ്യം തിരിച്ചു കിട്ടിയാൽ അയാളുടെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഇതിനൊക്കെ ഒരു ധൈര്യം വേണം
അതാണ് അതിന്റെ ഒരു റിസ്ക്. വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് ജനറലുമായി കൺസൾട്ട് ചെയ്യണം. ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പാട് കൊണ്ട് മാത്രമല്ല സാർ ഞാനിതൊക്കെ പറയുന്നത്. ബഷീറിനെ ഒരു പ്രാവശ്യം കണ്ടാൽ സാറിനത് മനസ്സിലാവും. ആ, തന്നെ ഞാൻ രാത്രി വിളിക്കാം. ശരി സർ. 354238 അതാണ് എന്റെ ഫോൺ നമ്പർ. അറിയാമടോ, നാട്ടിലുള്ള പ്രമാണിമാരുടെ നമ്പറൊക്കെ എന്റെ ഡയറിയിൽ. താങ്ക് യു സർ. ഹലോ, അതെ വില്യം സാർ. സാർ, അതൊരു അബദ്ധം പറ്റിയതാണ്. ഞാനതിന് അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഉവ്വ്, ഞാനത് അന്വേഷിച്ചു. അയാൾക്ക് ഒരിക്കലും ഇവിടെ ഇറങ്ങാൻ കഴിയില്ല. കപ്പൽ നാളെ തന്നെ പുറപ്പെടും. ഓക്കെ സാർ. ആ ബഷീറിനെ അന്വേഷിച്ച് ആരെങ്കിലും വന്നോ ഏട്ടാ? ഇതുവരെ ആരും വന്നില്ല. അയാൾക്ക് ആരുമില്ലേ? എനിക്കറിഞ്ഞൂടെ. ക്യാപ്റ്റൻ പറഞ്ഞ ശരിയാണോ? ബഷീറിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന്? ക്യാപ്റ്റന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. നീ ആ ഫോൺ എടുക്ക. ഹലോ, അതെ ഉണ്ട് ചേട്ടാ, കളക്ടർ. ഹലോ, അതെ സാർ. ശരി സാർ, ഞാൻ നാളെ രാവിലെ 10 മണിക്ക് ഓഫീസ് വരാം സാർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ബഷീറിനെ കപ്പലിൽ നിറക്കാൻ ഉത്തരവായിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ഓർഡർ കിട്ടും. ഞാനൊന്ന് പോട്ടി വരെ പോയിട്ട് വരട്ടെ. ഈ രാത്രിയിലോ? ആ പാവം ക്യാപ്റ്റൻ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഈ വിവരം പറയട്ടെ. अरे देख देख उधर देख कितना चेंज हो गया. എന്റെ പാൻസും ഷർട്ടും നിനക്ക് നന്നായിട്ട് യോജിക്കുന്നുണ്ടല്ലോ. ഒരുപാട് പ്രയാസപ്പെട്ടു ഇവനെ ഇങ്ങനെയൊന്ന് ഒരുക്കിയെടുക്കാൻ. കൊള്ളാം. रामदेव नो दे दो उनको दे दो. गो वाह. ആ പൊതിയിലെന്താ? പാൻസും ഷർട്ടുമാണ് അവന്റെ ആകെയുള്ള സ്വത്ത്. ആര് ചോദിച്ചാലും അവനത് കൊടുക്കില്ല. ആ 10 മണിക്ക് ഓർഡർ കിട്ടും, അതുമായി എത്താമെന്ന് അഡ്വക്കേറ്റ് ഭാസ്കരയുള്ള പറഞ്ഞിരിക്കുന്നത്. സാറ് വെളുപ്പിന് 3 മണിക്കാണ് ഇവിടെ നിന്ന് പോയത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പാവം, നല്ല മനുഷ്യനാണ്. എന്ന സമയമായി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. See you. പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡി എന്നായിക്കൊള്ളൂ. അതായിരിക്കും നല്ലത്. പേര് ടൈപ്പ് ചെയ്തോളൂ. 1+4. ശരി സാർ. ഒരു 5 മിനിറ്റ് കൂടി. ഓക്കെ. പേരൊന്ന് ടൈപ്പ് ചെയ്തോളെ. പോകുമ്പോ ഹാർബർ പോലീസ് സ്റ്റേഷനിൽ SI കൂടി വിളിച്ചോളൂ. അയാൾക്ക് ആ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. പറ്റിയാൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മെഡിക്കൽ ഓഫീസറുമായി കൺസൾട്ട് ചെയ്ത് അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യും. ഓക്കെ. അതുവരെ സ്റ്റേഷനിൽ കഴിയട്ടെ. ഹലോ, യെസ് ഹോൾഡിംഗ്. യെസ് സർ. ഉവ്വ്. ആ കൊടുത്തിട്ടില്ല. ശരി, അങ്ങനെ ആവട്ടെ സർ. എവിടെയാ? ഗസ്റ്റ് ഹൗസിലോ? ഉടനെ വന്നേക്കാം. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചീഫ് മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ അവിടെ ഉണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് സാറിന് പോയാൽ മതിയെങ്കിൽ എനിക്ക് ആ ഓർഡർ കിട്ടുമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവരോട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങളും കൂടി വാ. ഞാൻ വരണോ? വാന്നേ, താൻ പുറത്ത് നിന്നാ മതി. ശരി സർ. അതുകൊണ്ട് ആ എൻട്രി മോഡ് പിൻവലിക്കാം. ഇതൊരു എൻക്വയറി സ്റ്റേജിൽ എത്തിക്കാതെ ഒതുക്കി തീർക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയും. കപ്പൽ തിരിച്ചു പോകുന്നതോടെ ഈ അധ്യായം അവസാനിക്കുകയും ചെയ്യും. ഇത് മന്ത്രിസഭയുടെ തീരുമാനമാണ്. സാർ, ആ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള പുറത്തുണ്ട്. ഇതിനു വേണ്ടി അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി. 5 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഓർഡറും കൊണ്ട് അയാൾ പോകുമായിരുന്നു. സാറൊന്ന് അയാളോട്. ഓഹോ, ഇതിലുമുണ്ട് അയാള്. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന കേസൊന്നുമില്ല അയാൾക്ക്. താൻ തന്നെ ഈ തീരുമാനം അയാളോട് പറഞ്ഞാൽ മതി. വരട്ടെ,
അയാൾ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തിനാ കേശു, കളക്ടർ പറഞ്ഞാൽ മതി. വരട്ടെ സാറേ, എനിക്ക് 2 വാക്ക് അയാളോട് പറയണം. നിങ്ങൾ ചെയ്ത അയാൾ ഇങ്ങോട്ട് വരാൻ പറയൂ. തനിക്കിത് ആവശ്യമില്ലാത്ത പണിയാ. അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെ അല്ലണ്ണ, ഞാൻ അയാളൊന്ന് കാണാൻ കാത്തിരിക്കുന്നു. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ. എന്താണ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അല്ല, ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അവരെ കരിവാരി തേക്കണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടല്ലേ? കുറെ നാളായല്ലോ തനിക്ക് ക്രിമിനൽ തുടങ്ങിയിട്ട്. കേശു, എടോ, പ്രസിദ്ധി ഉണ്ടാക്കാൻ വേറെയും വഴികളുണ്ട്. സാമൂഹ്യ ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ അനാഥാരത്തിലുള്ള കരിവാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ശുചീകരണ വാരത്തിൽ വല്ല പബ്ലിക് അക്കോസോ ട്രാൻസ്പോർട്ട് ബസ്സോ പൊതുനിരത്തോ വൃത്തിയാക്കാനും വരുമിടോ പേരും പടവും പത്രത്തിൽ. കേശു ഇരിക്കേ, ഇരിക്കാൻ. മിസ്റ്റർ, തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല, എങ്കിലും പറയുകയാണ്. വളരെ ആലോചിച്ചതിന് ശേഷമാണ് ബഷീറിന്റെ കാര്യത്തിൽ കളക്ടർ ഇഷ്യൂ ചെയ്യാനിരുന്ന ഇന്റർവ്യൂ ഓർഡർ റദ്ദാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതിൽ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഇല്ല. പിന്നെ എന്താണ് സാർ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കാരണം? പറയാം. മലയാളം അറിയാവുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഇന്ത്യൻ പൗരനാവണമെന്നില്ല. വിഭജന കാലത്ത് മലയാളം അറിയാവുന്ന എത്രയോ പേർ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവരാരും ഇന്ത്യൻ പൗരന്മാരല്ലല്ലോ. അങ്ങനെ ഒരാളാണ് ഈ പറയുന്ന ബഷീർ എങ്കിലോ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മലപ്പുറം സംഭവം. കുറേ വർഷങ്ങളായി മലപ്പുറത്ത് താമസിച്ചിരുന്ന 2 പേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഈയിടെ പുറത്താക്കപ്പെടുകയുണ്ടായി. അത് ഉയർത്തിയ വിവാദം തന്നെ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതും ഇതുമായിട്ട് എന്താണ് സാർ ബന്ധം? ഉണ്ട്. കപ്പൽ കറാച്ചി തുറമുഖം ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാം ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന്? മറിച്ച് അയാൾ ഒരു പാകിസ്ഥാൻ ചാരനാണെങ്കിലോ? ചാരനോ? അതെ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചുകൂടാ? സാർ, ഇറ്റ്സ് എ മിയർ ഡൗട്ട്. ആയിക്കോട്ടെ, ഡൽഹിയിൽ നിന്നും പ്രത്യേകം നിർദ്ദേശമുണ്ട്. ഈ വക കാര്യങ്ങളിൽ നേരിയ സംശയമുണ്ടെങ്കിൽ പോലും യാതൊരു പരിഗണനയും കൂടാതെ നടപടിയെടുക്കണമെന്ന്. ദാറ്റ് ഈസ് വാട്ട് ദി ഗവൺമെന്റ് ഹസ് ഡൺ. സാർ, താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മലപ്പുറം സംഭവത്തിൽ അവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിർഭാഗ്യം കൊണ്ട് താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖ അയാളുടെ പക്കലില്ല. മാത്രമല്ല, താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഓർമ്മശക്തിയും അയാൾക്കില്ല. ഇനിയിപ്പോ എന്തൊക്കെയായാലും ഏത് കാര്യത്തിനുമില്ലേ സാർ ഒരു ഹ്യൂമാനിറ്ററിയൻ അപ്രോച്ച്? ആ കൺസിഡറേഷനെങ്കിലും. ഐ എം സോറി മിസ്റ്റർ ഭാസ്കർ പിള്ളേ. പൗരാവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വീറും വാശിയും എനിക്കുമുണ്ട്. അതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള ചുമതലയും എനിക്കുണ്ട്. ഇതൊക്കെയാണെങ്കിലും ശരി, ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ ആത്മാർത്ഥ ശ്രമത്തെ എന്റെ ഗവൺമെന്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് ദർ ആർ ടൈംസ് വെൻ ഈവൻ എ ജെനുവിൻ മിഷൻ ഫെയിൽസ്. സാർ, അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കരുത്. ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ സംശയിക്കുന്നത് പോലെ ബഷീർ ഒരു ചാരനാണെങ്കിൽ കപ്പലിലെ ക്യാപ്റ്റൻ നേരായ മാർഗം തേടുമായിരുന്നു അയാളെ കരയിലിറക്കാൻ. പോർട്ടിലെ 4-3-7 സെക്യൂരിറ്റിക്കാരുടെ കണ്ണുവെട്ടിച്ച് ബഷീറിനെ കരയിലിറക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ സാർ? അയാൾ പാകിസ്ഥാൻ പൗരനാണെങ്കിൽ ഇവിടെ ആരാണ് സാർ അയാളുടെ ശത്രു? അയാളുടെ ന്യൂസ് പത്രത്തിൽ വന്ന ദിവസം അയാളെ ചിലർ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാ? അതൊരു കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ ഇനി അഥവാ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ എന്താ, അക്രമികൾ കപ്പൽ കൊള്ളക്കാരായിരിക്കും. അവരുടെ കളവിനെ അവൻ തടസ്സപ്പെടുത്തിയപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ടാവും. എന്താ അങ്ങനെ സംഭവിച്ചുകൂടെ? അതോ കള്ളന്മാർക്ക് പാകിസ്ഥാൻകാർ തീണ്ടായ്മയുണ്ടോ? എനിക്കറിഞ്ഞൂടാ. കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ. സാർ, ഇനി അയാൾ ചാരൻ തന്നെ ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അയാൾ ആരാണ്, അയാളുടെ ലക്ഷ്യമെന്ത്, അയാൾ എന്തിനിവിടെ വന്നു എന്നന്വേഷിക്കേണ്ട ചുമതലയെങ്കിലും ഗവൺമെന്റിനില്ലേ? എന്തിന്? അയാളിപ്പോ നമുക്കൊരു പ്രശ്നമല്ല. പ്രശ്നമാവുമ്പോ നോക്കിയാ പോരെ? ചെറിയൊരു കാര്യം ഊതിർപ്പിച്ച് വെറുതെ നാറണോ? നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണം? കപ്പലിൽ വന്നവൻ കപ്പൽ പോകുമ്പോൾ തിരികെ പോയിക്കോട്ടെ. നാളെ ബഷീർ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ബോധ്യപ്പെട്ടാൽ വോണ്ട് യു റിഗ്രറ്റ്? ഐ മേ. അതോർത്ത് ഇപ്പോഴേ വിഷമിക്കണോ? യെസ്, ബിക്കോസ് ഹി ഈസ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഹി ഡിസർവ്സ് ജസ്റ്റിസ്. ഇല്ലാത്ത നിയമത്തിന്റെയും സംശയത്തിന്റെയും പേര് പറഞ്ഞ് നീതിയുടെ കാരുണ്യം അയാൾക്ക് നിഷേധിക്കരുത്. ഊരും പേരുമില്ലാത്ത ഒരു അനാഥന്റെ പേരിൽ തനിക്ക് എന്താ താല്പര്യം? വേറെ കേസൊന്നുമില്ലായിട്ടാണോ? കേസില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആന്റി പ്രോസ്റ്റിറ്റ്യൂഷൻ ശക്തമാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. തെരുവ് വിഷയർക്ക് ഇനി വക്കീൽമാരെ ഏറെ വരും. ഇതിനേക്കാൾ മോശമായ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ സംസ്കാരം. സാർ, കോമാളികൾ മന്ത്രിസഭയ്ക്ക് അലങ്കാരമല്ല, അലങ്കോലമാണ്. വടി കൊടുത്ത് അടി മേടിക്കുന്ന സ്വഭാവം പണ്ടേ എനിക്കുള്ളതാ.
തന്നോട് ഞാൻ പറഞ്ഞത് അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ലെന്ന്. അപ്പൊ താൻ സമ്മതിക്കില്ല, സംസാരിച്ചേ അടങ്ങും. ഈ ഭാഗ്യത്തിലും സമയത്തിലും ഞാൻ അല്പമെങ്കിലും വിശ്വസിക്കുന്നത് തന്നെ കാണുമ്പോഴാ. എന്ത് ആകർഷണ ശക്തി കൊണ്ടാടോ 12 പേർ തന്നെ ഉപഗ്രഹം പോലെ ചുറ്റി നിൽക്കുന്നത്?